ഇന്ത്യൻ സൗന്ദര്യ മത്സര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ചർച്ചാവിഷയമായ ഒരു ഏടാണ് 1994-ലെ ഫെമിന മിസ് ഇന്ത്യ മത്സരം. ലോകമെമ്പാടുമുള്ള സൗന്ദര്യ മത്സര വേദികളിലേക്ക് ഇന്ത്യൻ സൗന്ദര്യത്തെ ശക്തമായി അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു അത്. ഈ മത്സരത്തിന്റെ പ്രാധാന്യം കേവലം ഒരു കിരീടദാനത്തിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് രാജ്യത്തിലെ രണ്ട് സൗന്ദര്യ റാണിമാരുടെ, ഐശ്വര്യ റായിയുടെയും സുസ്മിത സെന്നിന്റെയും ഉദയത്തിന് അത് സാക്ഷ്യം വഹിച്ചു. മത്സരത്തിന് മുമ്പും ശേഷവും നടന്ന സംഭവ വികാസങ്ങൾ, പൊതുജനാഭിപ്രായം, അന്തിമവിധി എന്നിവയെല്ലാം ഇന്നും ചർച്ചാവിഷയമാണ്. 1994-ൽ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിന് വലിയ പ്രചാരം ലഭിച്ചിരുന്നു. മത്സരാർത്ഥികൾ ഐശ്വര്യ റായ് എന്ന സുന്ദരി താരം താരതമ്യേന പ്രശസ്തിയായിരുന്നു. മോഡലിംഗ് രംഗത്ത് ഇതിനോടകം തന്നെ ഐശ്വര്യ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. അവരുടെ തിളക്കമാർന്ന കണ്ണുകളും അസാധാരണമായ സൗന്ദര്യം, പ്രൊഫഷണൽ മോഡലിംഗ് പരിചയം കാരണം മിസ് ഇന്ത്യ കിരീടം ഐശ്വര്യ റായിക്ക് തന്നെ ലഭിക്കുമെന്ന് മിക്കവാറും എല്ലാവരും ഉറപ്പിച്ചിരുന്നു. മാധ്യമങ്ങളും സൗന്ദര്യ ലോകത്തെ വിദഗ്ധരും ഐശ്വര്യ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ മറുവശത്ത് സുസ്മിത സെൻ എന്ന ബംഗാളി സുന്ദരി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അത്ര പരിചിതയായിരുന്നില്ല. സുസ്മിതയുടെ ആത്മവിശ്വാസം, ഊർജ്ജസ്വലത, വേദിയിലെ സ്വാഭാവികമായ പെരുമാറ്റം എന്നിവ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ഐശ്വര്യയുടെ താരപദവിയോട് മത്സരിക്കാൻ അവർക്ക് കഴിയുമോ എന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു. മത്സരം മുന്നോട്ട് പോകുമ്പോൾ ഐശ്വര്യ റായും സുസ്മിത സെന്നും മികച്ച പ്രകടനങ്ങളും കാഴ്ചവെച്ചു. ഇരുവരും ജഡ്ജിമാരെ തങ്ങളുടെ സൗന്ദര്യം, ബുദ്ധി, മനോഹാരിത എന്നിവ കൊണ്ട് ആകർഷിച്ചു. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഫലത്തെക്കുറിച്ച് ജഡ്ജിമാർക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉടലെടുത്തു. രണ്ട് സുന്ദരിമാരുടെയും പ്രകടനങ്ങൾ തുല്യമായി കണക്കാക്കിയപ്പോൾ വിജയെ കണ്ടെത്താനായി ഒരു അധിക ചോദ്യോത്തര റൗണ്ട് നടത്താൻ തീരുമാനിച്ചു. ഈ നിർണായക നിമിഷത്തെക്കുറിച്ചാണ് പരസ്യ ഗുരുവും ആ മത്സരവുമായി ബന്ധപ്പെട്ട വ്യക്തിയുമായ പ്രഹ്ലാദ് കക്കർ പിന്നീട് വെളിപ്പെടുത്തിയത്. ഇതൊരു സാധാരണ റൗണ്ട് ആയിരുന്നില്ല, മറിച്ച് മത്സരാർത്ഥികളുടെ മനോധൈര്യം, തത്സമയ ബുദ്ധി, സമ്മർദ്ദ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് എന്നിവ പരീക്ഷിക്കുന്ന ഒന്നായിരുന്നു. ഐശ്വര്യ സുസ്മിതയോടുമുള്ള ചോദ്യങ്ങൾ ഏതായിരുന്നു എന്നതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ അന്തസത്ത വളരെ പ്രധാനമാണ്. ഈ അവസാന റൗണ്ടിൽ ഐശ്വര്യ റായിയുടെ മറുപടി അക്കാദമികവും ഭംഗിയോടെയും അവതരിപ്പിച്ച ഒന്നായിരിക്കാം. എന്നാൽ സുസ്മിതയുടെ പ്രതികരണം കൂടുതൽ ആത്മവിശ്വാസത്തോടെ, സംയമനത്തോടെ, തികച്ചും സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒന്നായി മാറി. അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രസക്തമാണ്. അതൊരു കടുത്ത മത്സരമായിരുന്നു. ഐശ്വര്യയേക്കാൾ ആത്മവിശ്വാസവും സംയമനവും നിറഞ്ഞതായിരുന്നു സുസ്മിതയുടെ ഉത്തരം. അവസാന റൗണ്ടിൽ അവൾ വിജയിച്ചു. അത് സ്പർശനത്തിലൂടെയുള്ള മത്സരമായിരുന്നു. ഈ സ്പർശനത്തിലൂടെയുള്ള മത്സരം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഒരു നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് വിജയം സുസ്മിതയ്ക്ക് അനുകൂലമായതെന്നാണ്. ഐശ്വര്യ പോലെ തന്നെ സൗന്ദര്യവും ആകർഷണീയതയും ഉണ്ടായിരുന്നിട്ടും സുസ്മിതയുടെ ഉത്തരത്തിലെ മനോബലവും വ്യക്തിപരമായ സമീപനവുമാണ് നിർണായകമായത്. അങ്ങനെ എല്ലാ പ്രവചനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് 1994-ലെ ഫെമിന മിസ് ഇന്ത്യ കിരീടം സുസ്മിത സെൻ നേടി. ഐശ്വര്യ റായ്ക്ക് ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ വിധി പലർക്കും ഒരു ഞെട്ടലായിരുന്നു. ഐശ്വര്യയുടെ സൗന്ദര്യത്തെയും പ്രശസ്തിയെയും മുൻനിർത്തി പ്രതീക്ഷകൾ അർപ്പിച്ചവർക്ക് അതൊരു തിരിച്ചടിയായി. എന്നാൽ സുസ്മിതയുടെ വിജയം സൗന്ദര്യ മത്സരങ്ങൾ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും ആത്മവിശ്വാസം, ബുദ്ധി, വ്യക്തിത്വം എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യമുണ്ടെന്നും തെളിയിച്ചു. മിസ് ഇന്ത്യ മത്സരത്തിന് ശേഷം ഐശ്വര്യ റായിയുടെ മത്സരബുദ്ധി തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യം സുസ്മിത സെന്നിന് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പൊതുവേദികളിൽ ഇരുവരും പരസ്പരം ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയുമാണ് പെരുമാറിയത്. അവർ തമ്മിൽ ഒരിക്കലും മോശമായ വാക്കുകളോ പരസ്പരമുള്ള അധിക്ഷേപങ്ങളോ ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ സുസ്മിത സെൻ പങ്കുവച്ച കാഴ്ചപ്പാട് വളരെ പ്രൊഫഷണലും പ്രചോദനകരവുമാണ്. 2005-ൽ കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിൽ കരൺ ജോഹറിന്റെ ചോദ്യത്തിന് മറുപടിയായി സുസ്മിത പറഞ്ഞത് ഇങ്ങനെയാണ്: ഐശ്വര്യയുടെ പ്രകടനവുമായി ഞാൻ എന്നെ താരതമ്യം ചെയ്യുന്നില്ല. വേദിയിൽ അവർ അതിശക്തയായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഞാൻ രണ്ട് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ഒന്ന്, ആ രാത്രിയിൽ ഞാൻ മികച്ചതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിജയിക്കാൻ അർഹയായത്. മറ്റാരെക്കാളും മികച്ചവരായതുകൊണ്ടല്ല, ഞാൻ എൻ്റെ ഏറ്റവും മികച്ചതായതുകൊണ്ട് മാത്രമാണത്. ഈ വാക്കുകൾ സുസ്മിതയുടെ വ്യക്തിത്വത്തെയും വിജയത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെയും വ്യക്തമാക്കുന്നു. താൻ വിജയിച്ചത് ഐശ്വര്യയേക്കാൾ മികച്ചവളായതുകൊണ്ടല്ല, മറിച്ച് ആ പ്രത്യേക രാത്രിയിൽ താൻ എൻ്റെ പരമാവധി പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണെന്നുമുള്ള സുസ്മിതയുടെ അഭിപ്രായം വിജയത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. മിസ് ഇന്ത്യ മത്സരത്തിലെ തോൽവി ഐശ്വര്യ റായിക്ക് ഒരു തിരിച്ചടിയായിരുന്നില്ല, മറിച്ചൊരു വഴിത്തിരിവായിരുന്നു. അതേ വർഷം തന്നെ മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഐശ്വര്യയ്ക്ക് അവസരം ലഭിച്ചു. സൗന്ദര്യത്തിന്റെയും ബുദ്ധിയുടെയും തികഞ്ഞ പ്രകടനത്തിലൂടെ ഐശ്വര്യ റായ് 1994-ലെ മിസ് വേൾഡ് കിരീടം നേടി. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് അഭിമാനമായി മാറി. അതേസമയം മിസ് ഇന്ത്യ കിരീടം നേടിയ സുസ്മിത സെൻ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. തന്റെ ആത്മവിശ്വാസവും വാക്ചാതുര്യവും കൊണ്ട് സുസ്മിതയും ഇന്ത്യയിലേക്ക് കിരീടം കൊണ്ടുവന്നു. 1994-ലെ സൗന്ദര്യ മത്സരങ്ങൾ അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. രണ്ട് വ്യത്യസ്ത മത്സരങ്ങളിൽ രണ്ട് ഇന്ത്യൻ സൗന്ദര്യ റാണിമാർ ഒരേ വർഷം ലോക കിരീടങ്ങൾ നേടി. 1994-ലെ ഫെമിന മിസ് ഇന്ത്യ മത്സരം സൗന്ദര്യത്തിന് പുറമെ ആത്മവിശ്വാസം, മനോധൈര്യം, തത്സമയ ബുദ്ധി എന്നിവയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു സംഭവമാണ്. ഐശ്വര്യ റായിക്ക് കിരീടം നഷ്ടമായത് ഒരു ദാരുണമായ സംഭവമായിരുന്നില്ല,
മറിച്ചൊരു മത്സരബുദ്ധിയുടെ വിജയമായിരുന്നു. സുസ്മിത സെന്നിന്റെ വിജയം വ്യക്തിത്വവും ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ സൗന്ദര്യ മത്സരങ്ങളിൽ എത്രത്തോളം നിർണായകമാണെന്നും തെളിയിച്ചു. ഈ മത്സരം ഐശ്വര്യയുടെയും സുസ്മിതയുടെയും അഭിനയ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറക്കുകയും ഇരുവരും ഇന്ത്യൻ സിനിമയിലെ ഐക്കോണിക് താരങ്ങളായി മാറുകയും ചെയ്യുന്നതിന് വഴിയൊരുക്കി. അവർ തമ്മിലുള്ള സൗഹൃദപരമായ മത്സരം കായികക്ഷമതയും പരസ്പര ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ വലിയ വിജയങ്ങൾ നേടാമെന്നതിലേക്കുള്ള ഒരു മാതൃകയായി ഇന്നും നിലനിൽക്കുന്നു.